എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങളോട് ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ തമന്നയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് വീഡിയോ സ്കിപ്പ് അടിച്ച് തന്നെ പൊയ്ക്കോളൂ. അപ്പോൾ വിമിഷ്ടപ്പെട്ട് വളരെയധികം ബുദ്ധിമുട്ടിയൊന്നും ആരും കാണാനായിട്ട് നിൽക്കണ്ട. ഒരുപാട് താല്പര്യമുള്ള ആളുകൾ മാത്രം കണ്ടാൽ മതി. അപ്പോൾ ഇവിടെ പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ തമന്നയോടായിരുന്നു ഇത്രയും നാള് നമ്മുടെ വാൾമാക്രികൾ ഓരോരോ ചോദ്യവുമായിട്ട് വന്നുകൊണ്ടിരുന്നത്. ഇപ്പം ദേ തമന്നയുടെ അമ്മയെ കൂടി അതിലേക്ക് വലിച്ചിട്ടിരിക്കുകയാണ്. തമന്നയുടെ അമ്മയോട് തമന്നയുടെ ക്യാരക്ടറൊക്കെ ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണോ മകള്, തീയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇനി അമ്മ എന്താണ് പറയുന്നത് എന്ന് നമുക്ക് കേട്ടിട്ട് വരാം. ഇനി തീയാണെന്നോ തീട്ടമാണെന്നോ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ നമുക്ക് അത് ആ ഒരു അമ്മയുടെ വായിൽ നിന്ന് തന്നെ കേട്ടിട്ട് വരാം. തീയാണ്. എന്റെ മക്കള് എന്റെ അല്ല, എന്റെ സ്വഭാവം എനിക്ക് എല്ലാരെയും ഒരു പേടിയാ. പക്ഷെ പപ്പായി മക്കൾ രണ്ടും ഒരുപോലെ. ഞാൻ ആരോടും ഒന്നിനും ഇല്ല. ഞാൻ വീട്ടിന്റെ അടുക്കള ഒതുങ്ങിയിരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, അത്രയും മാത്രമേ. പിന്നെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. പപ്പായൊക്കെ ഇവിടെ ചീന്തലാറുകാരല്ലേ, ഇവിടുത്തെ പോലെ ഒന്നും അല്ല. അവരെന്ന് പറഞ്ഞ പുലിയാണ്. ആരടാന്ന് ചോദിച്ചാൽ എന്തിനാന്ന് പറയും. പക്ഷെ എന്റെ വീട്ടുകാരൊക്കെ ആരടാന്ന് ചോദിച്ചാൽ വീട്ടിനകത്ത് കയറി ഒതുങ്ങി. അങ്ങനെയായിരുന്നു ഞങ്ങളെ വളർത്തിയതും. ഞങ്ങൾ അങ്ങനെ രണ്ടുപേരും തീയാണ്. അപ്പൊ ഇവിടെ അമ്മ പറഞ്ഞു വെക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തമന്നയും തമന്നയുടെ അപ്പനും ഫയർ ആണെന്നാണ് പറയുന്നത്. രണ്ടുപേരും ഭയങ്കര തീയാണെന്നാണ് പറയുന്നത്. അതായത് തമന്നയുടെ അമ്മയെ അവരുടെ ഫാമിലിയിലുള്ള ആളുകളൊക്കെ വളർത്തിയെന്ന് വെച്ചാൽ വളരെ അടക്കവും ഒതുക്കവും മര്യാദയൊക്കെ ഉള്ള ഒരു കുട്ടിയായിട്ടാണ്. അതുകൊണ്ട് തന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലും അവരങ്ങനെ സംസാരിക്കാനൊന്നും ഒന്നിനും ഇറങ്ങത്തില്ല. അവർ നേരെ അവരെ വാടേ വിധി എന്ന് പറഞ്ഞ് മുറിക്കുള്ളിൽ അടക്കി പിടിച്ചിരിക്കുന്ന ഒരു ക്യാരക്ടറാണ് അവരുടേത് എന്നാണ് ഈ പറയുന്ന നമ്മുടെ തമന്ന എന്ന് പറയുന്ന ആ ഒരു കലാകാരിയുടെ അമ്മ പറഞ്ഞിട്ടുള്ളത്. അതേസമയം പപ്പായും മോളും ടെറർ ആണെന്നാണ് പറയുന്നത്. രണ്ടു പേരും തീയാണെന്നാണ് നമ്മുടെ അമ്മച്ചി പറയുന്നത്. നമ്മുടെ തമന്നയുടെ അമ്മച്ചിയാണെങ്കിൽ വളരെയധികം സമാധാനപ്രിയയും അതുപോലെ തന്നെ അടക്കവും ഒതുക്കവും അച്ചടക്കവും ഒക്കെ എന്താണ് എന്ന് അരച്ച് കലക്കി കുടിച്ച ഒരു വ്യക്തി കൂടിയാണ്. പക്ഷേ എന്നിട്ടും ആ ഒരു അമ്മച്ചി വളർത്തിയ മകൾ തമന്ന ഇത്രയധികം തീയായി പോയത് എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാവുന്നില്ല. ഒരുപാട് ഹൃദയവേദനകളൊക്കെ ഉള്ളത് കൊണ്ട് ഹൃദയമായി നീറി 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 ഒടുവില് തീയായി അങ്ങ് മാറിയതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം എന്തെങ്കിലും ആവട്ടെ. അതുപോലെ ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ തമന്നയുടെ അപ്പൻ്റെ സ്വഭാവമായിരിക്കാം. അമ്മച്ചി തന്നെ പറയുന്നുണ്ട്, അപ്പനെന്ന് പറഞ്ഞാൽ എന്താടാന്ന് ചോദിച്ചാൽ പോടാന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് അപ്പൻ്റേത് എന്ന് നമ്മുടെ അമ്മച്ചി തന്നെ പറയുന്നുണ്ട്. അപ്പോൾ വിത്ത് ഗുണം 10 എന്നാണല്ലോ ചൊല്ല്. അപ്പോൾ അമ്മയുടെ ക്യാരക്ടർ തന്നെ കിട്ടണമെന്നൊന്നുമില്ല മക്കൾക്ക്. അച്ഛൻ്റെ അമ്മയുടെ ആരുടെ ക്യാരക്ടർ വേണമെങ്കിലും കിട്ടാം. എനിക്ക് തോന്നുന്നു നമ്മുടെ തമന്നയ്ക്ക് കിട്ടിയിരിക്കുന്നത് തമന്നയുടെ അപ്പൻ്റെ ഗുണമാണെന്നാണ് തോന്നുന്നത്. നന്ദി കെട്ട ഗുണം. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ തമന്നയും തമന്നയുടെ അപ്പനും ഭയങ്കര തീയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരു തീ ഫാമിലി തന്നെയാണ്. അത് നമ്മൾ കുറേ നാളായിട്ട് സോഷ്യൽ മീഡിയ വഴി കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. പലപ്പോഴും നമ്മുടെ തമന്ന തന്നെ വന്നിട്ട് പറയാറുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഫ്ലവർ അല്ലടാ ഫയർ ആണ് എന്ന് കൂടെ പറയുന്നത് നമ്മൾ പലരും കുറച്ച് നാളുകൾക്ക് മുമ്പൊക്കെ കേട്ടുകൊണ്ടിരുന്നൊരു കാര്യമല്ലേ. അപ്പോൾ അതെന്തായാലും അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇനി അടുത്തത് നമ്മൾ കേൾക്കാൻ പോകുന്നതാണ് ഒരു ഞെട്ടലുണ്ടാക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ തമന്നയുടെ ഒരു കിടിലൻ ഡാൻസ് കണ്ടിട്ട് വരാം. ഈ ഒരു ഡാൻസ് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും തമന്ന എന്ന് പറയുന്ന വ്യക്തി അമ്മച്ചി പറയുന്നത് പോലെ തീയാണ്. അപ്പോൾ ആ ഒരു തീ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കണ്ടിട്ട് വരാം. അപ്പൊ കുറച്ചധികം ആളുകളൊക്കെ നമ്മുടെ തമന്നയുടെ വിവാഹം കഴിഞ്ഞു, ഒരു പുതുമുഖം ചെക്കനാണ് വിവാഹം കഴിച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഗോസിപ്പുകളും സംഭവങ്ങളൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുപോലെ തന്നെ എനിക്ക് ചിലരൊക്കെ വാട്സപ്പിൽ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു തമന്നയുടെ വിവാഹം കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തമന്നയുടെ വിവാഹമൊന്നും കഴിഞ്ഞിട്ടൊന്നുമില്ല. അതൊരു ആൽബത്തിന്റെയോ മറ്റോ ഭാഗമായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റീൽസോ മറ്റോ ആയിരിക്കും. അപ്പൊ എന്തായാലും നമ്മുടെ തമന്നയുടെ വൈറലായിട്ടുള്ള ആ ഒരു വിവാഹം നമുക്കൊന്ന് കണ്ടിട്ട് വരാം. എന്തൊക്കെ കാണണം. ഞങ്ങളുടെ മാമനാണ്
ശരി പോട്ടെ. ഹാപ്പി മാരീഡ് ലൈഫ്. ബൈ. കുളൂല് കാണാം, കുളൂല്. അടുക്കള കാണാൻ വരാം. അപ്പോൾ എന്തായാലും നമ്മുടെ തമന്നയുടെ വിവാഹത്തിനെന്ന് പറഞ്ഞാൽ നല്ല മുല്ലമാലയാണ് രണ്ടുപേരും മാറിയിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ മുല്ലപ്പൂവിനൊക്കെ നല്ല വില കുറവുണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇവർ മുല്ലമാല തന്നെ തിരഞ്ഞെടുത്തിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ തമന്നയും നമ്മുടെ നായകനും കൂടി വിവാഹം കഴിച്ചിരിക്കുകയാണ്. വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നമ്മൾ കേട്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയ വഴി. പക്ഷേ എന്തായാലും അതിനു വേണ്ടിയിട്ട് ആരും ചെലവ് ചെയ്തതായിട്ടൊന്നും കണ്ടിട്ടില്ല. ഇനി അധികം വൈകാതെ തന്നെ ഇവരെ വളരെയധികം വലിയ ഒരു പാർട്ടി സെറ്റാക്കും എന്ന് തന്നെ വിശ്വസിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സംഭവം എന്താണെന്ന് കേട്ടിട്ട് വരാം. അപ്പോൾ നമ്മുടെ തമന്നയുടെ വിവാഹമൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ വാൾമാക്രികൾ അടുത്ത് തന്നെയുണ്ട്. അതിൽ വാൾമാക്രികളിൽ ഒരാൾ പറയുന്നുണ്ട് കിസ് ചെയ്യൂ എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മളിപ്പോൾ കാണുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ വിവാഹമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അത്തരത്തിലുള്ള കുറച്ച് ഫോട്ടോഷൂട്ടുകളും സംഭവങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. അങ്ങനെ എന്തായാലും നമ്മുടെ വിവാഹം കഴിച്ച പയ്യനാണെങ്കിലും ഭയങ്കര നാണക്കാരൻ പയ്യനാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും തമന്നയുടെ വിവാഹം കഴിഞ്ഞു എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ആ ഒരു പയ്യനോട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ദയവ് ചെയ്ത് ഈ ഒരു സാധനത്തിനെ ഇനിയെങ്കിലും സോഷ്യൽ മീഡിയയിൽ കൊണ്ടിടരുത്. നമ്മളൊക്കെ കണ്ടു മടുത്തു. ഇപ്പോൾ സോഷ്യൽ മീഡിയ തുറക്കാനേ നിവർത്തിയില്ല. ഇൻസ്റ്റാഗ്രാം ആയാലും ഫേസ്ബുക്ക് ആയാലും അതുപോലെ യൂട്യൂബ് ആയാലും തുറന്നു നോക്കുമ്പോൾ എവിടെയെല്ലാം തമന്നയുണ്ടോ അവിടെയെല്ലാം മൊബൈലും ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാവുന്ന ആ ഒരു അവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ്. കാരണം മൊബൈലുണ്ടോ, മൊബൈൽ ഓപ്പൺ ചെയ്യോ, തമന്നയെ കണ്ടേ പറ്റൂ എന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് വന്നിരിക്കുകയാണ്. പല ആളുകളും ആ ഒരു വിഷയത്തിൽ പറഞ്ഞു വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ യൂട്യൂബ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാൻ പറ്റുന്നില്ല, ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്ത് നോക്കാൻ പറ്റുന്നില്ല, ഈ പണ്ടാരത്തിനെ ഒന്ന് ബ്ലോക്ക് ചെയ്ത് വെച്ചാൽ പോലും അത് തള്ളിക്കേറി വരുന്നു എന്നൊക്കെയാണ് പല ആളുകളും കമന്റിലൂടെ പറയുന്നത്. അങ്ങനെ നമ്മുടെ തമന്നയുടെ വിവാഹം കഴിഞ്ഞു. പിന്നീട് ഹണിമൂണിനെ പറ്റി ചോദിക്കുന്നുണ്ട്, നമ്മുടെ വാൾമാക്രികളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് എവിടെയാണ് പോകുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒടുവിൽ തമന്ന കൊടുത്തൊരു മറുപടി ഉണ്ടല്ലോ, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതൊന്ന് കേട്ടിട്ട് വരാം. എവിടെ ഹണിമൂൺ എവിടെ? ശരി ശരി, ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഹാപ്പി മാരീഡ് ലൈഫ്. ആദ്യത്തെ കല്യാണല്ലേ? അതെ അതെ. ഹണിമൂൺ എവിടെ ആയിരിക്കും നിങ്ങൾ കല്യാണം കഴിഞ്ഞാൽ? ഹണിമൂൺ പ്ലാൻ ചെയ്തിട്ടില്ല. എവിടെയാ വേണ്ടേ? മണാലി പോയാലോ? മണാലി ഒരു പ്രാവശ്യം പോയത്, കുളുവിൽ പോകണം. ഫേവറേറ്റ് സ്ഥലം എവിടെയാ? ചങ്ങനാശ്ശേരി. തണുപ്പുള്ള സ്ഥലം എവിടെ ഭയങ്കര ഇഷ്ടമല്ലേ? അപ്പൊ നമ്മുടെ തമന്ന കൊടുത്തൊരു മറുപടി ഉണ്ട്, അടിപൊളിയായിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ ചോദ്യങ്ങളും കാര്യങ്ങളും ശരിക്കും ഇവർ പ്രതീക്ഷിച്ചിരുന്നത് തന്നെയല്ലേ? ഇവരോടത്ത് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും അതെന്ന് പറഞ്ഞാൽ ഇവര് വീഡിയോ എടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണല്ലോ ചോദ്യങ്ങൾ വരുന്നത്. ശരിക്കും ഇവര് തന്നെ ഇവരെ കാശ് കൊടുത്ത് നിർത്തി. എന്തായാലും ഇത്തരത്തിലുള്ള കുറച്ച് ഓൺലൈൻ മീഡിയക്കാരെയൊക്കെ ഈ നമ്മുടെ തമന്ന കൊണ്ട് നടക്കുകയാണ്. ചെലവും ഒക്കെ കൊടുത്ത്, അതുപോലെ തന്നെ മാസ ശമ്പളമാണോ ഡെയിലി ശമ്പളമാണോ എന്നൊന്നും നമുക്കറിയില്ല. നമ്മുടെ തമന്ന ഒന്ന് അനങ്ങി കഴിയുകയാണെങ്കിൽ അത് അപ്പോൾ തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കണം. എന്നാൽ മാത്രമല്ലേ അവരിങ്ങനെ നിറഞ്ഞു നിൽക്കത്തുള്ളൂ. അപ്പൊ ആ ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെ ഇതെനിക്ക് കുറെ എണ്ണം ഉണ്ട്, ഒന്നും രണ്ടും ഒന്നും അല്ല. അപ്പൊ അവറ്റകൾ ഇവർ എന്ത് ചെയ്ത് കഴിഞ്ഞാലും ശരിക്കും ഇത് കാണുമ്പോൾ ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും നമുക്കത് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും ഒരു പ്രൈവസി ഇല്ലാത്തൊരവസ്ഥയാണ്. എന്തൊക്കെ ചെയ്യുന്നോ അത് എല്ലാം എടുത്തിട്ട് ഇങ്ങനെ വീഡിയോ ആക്കി ഇടുക എന്നുള്ളതാണ്. ശരിക്കും ഇവർ തന്നെ ചെയ്യുന്നതായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. ഇവർ ഉദ്ഘാടനത്തിന് പോകുമ്പോഴായാലും മറ്റെവിടെയെങ്കിലും ഷൂട്ടിന്റെ ഭാഗമായിട്ട് പോകുമ്പോഴായാലും ഇവറ്റകളൊക്കെ കുറെ എണ്ണം കൂടെ ഉണ്ടെന്നേ. ഇവർക്ക് ഇതിനു വേണ്ടിയൊക്കെ ഇവന്മാർക്കൊക്കെ ശമ്പളം കൊടുക്കാനൊക്കെയുള്ള പൈസയൊക്കെ ഇവർക്ക് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അതിന്റെ ഉത്തരം അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. അപ്പൊ ഇത് പറയുന്ന സമയത്തിന് എന്നെ അതിശയിപ്പിച്ച ഒരു സംഭവം എന്താണെന്ന് വെച്ചാല് ശരിക്കും അത് പറയാൻ തന്നെ തോന്നുന്നില്ല. എന്നാൽ പോലും പറയാതിരുന്ന നിങ്ങൾക്കൊക്കെ കേൾക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് പറയാൻ കേട്ടോ. അപ്പൊ ഇവിടെ നമ്മുടെ തമന്ന പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാല് തമന്ന ഇനി മുതൽ എല്ലാ ദിവസവും നിക്കറിട്ടിട്ടായിരിക്കും ഷൂട്ടിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വരുന്നത് എന്നാണ് പറയുന്നത്. ഇത് കേട്ടപ്പോൾ ഞാൻ അന്തം വിട്ടു. ഇത്രയും നാളും അപ്പൊ തമന്ന ഇതൊന്നും ഉപയോഗിച്ചിട്ടില്ലേ? അത് വലിയൊരു ചോദ്യം തന്നെയാണ് കേട്ടോ. ശരിക്കും അഥവാ ഇനി ഇത്രയും കാലം താൻ ഇതൊന്നും ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ പോലും സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇനി മുതൽ ഞാൻ ഇതൊക്കെ ഉപയോഗിക്കും എന്ന് പറയുമ്പോൾ നിങ്ങളുടെ തൊലിക്കെട്ടി കാണ്ടാമൃഗത്തിൻ്റെതാണെന്ന് പറയാൻ സാധിക്കുകയില്ല. എന്നാൽ കാണ്ടാമൃഗം പോലും ലജ്ജിക്കും. കാണ്ടാമൃഗം ശരിക്കും ഇങ്ങോട്ട് വന്നിട്ട് ഈ പറയുന്ന ആളുകളെ ആക്രമിക്കും. കാരണം കാണ്ടാമൃഗത്തിന് പോലും നാണക്കേടാണല്ലോ അത്. സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഞാൻ ഇനി മുതൽ എല്ലാ ദിവസവും നിക്കറിട്ടിട്ടായിരിക്കും അഭിനയിക്കുന്നത് എന്ന് പറയുമ്പോൾ ഏതൊരു മനുഷ്യരുടെയും മനസ്സിൽ ആദ്യം വരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത്രയും നാൾ ഇവരിതൊന്നും ഇടാതെ ഇതൊന്നും ധരിക്കാതെ ആയിരുന്നോ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ജനങ്ങൾ ചോദിച്ചു കഴിഞ്ഞാല് ചോദിക്കുന്നവരുടെ ചിറുക്കിയിട്ട് കുത്തിയിട്ടൊന്നും ഒരു കാര്യമില്ല.
അപ്പൊ എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള ചോദ്യവും ആൻസർ ആണെങ്കിൽ അതിലേറെ അടിപൊളിയും. അപ്പൊ എന്തായാലും നമുക്കത് നമ്മുടെ തമന്നയുടെ വായിൽ നിന്ന് തന്നെ കേട്ടിട്ട് വരാം. അപ്പൊ എന്തായാലും നമ്മുടെ തമന്ന ഒരു നിക്കറിട്ട ഒരു വീഡിയോ ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇതൊരു പുതിയ വീഡിയോ ആണെന്നാണ് എന്റെ വിശ്വാസം. ഞാൻ ഇതിന് നേരത്തെ കണ്ടിട്ടില്ല. അപ്പൊ എന്തായാലും നമ്മുടെ തമന്നയുടെ നിക്കർ പ്രയോഗം ഒന്ന് കണ്ടിട്ട് വരാം. അപ്പൊ എന്തായാലും വളരെ മനോഹരമായിട്ടുണ്ട്. ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് വൈറൽ ആവാൻ വേണ്ടിയിട്ട് നിന്നെ പോലുള്ള ഓരോരുത്തരും കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങളുണ്ടല്ലോ, ഇതിനെ അനുകരിച്ചിട്ടാണ് ഇപ്പൊ ഓരോരുത്തരും രംഗത്തേക്ക് വന്നിട്ടുള്ളത്. എല്ലാവർക്കും വേണ്ടുന്നത് ഒരേ ഒരു ആവശ്യം മാത്രം, എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് വൈറൽ ആവണം. വൈറൽ ആവുക എന്നൊരു കാര്യം മാത്രമാണ് ലക്ഷ്യം. എന്തായാലും കൊള്ളാം കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇമാതിരി കോപ്രായങ്ങളൊക്കെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴും പറയുന്ന ഒരു കാര്യം ഉണ്ടല്ലോ, 2 ആൺമക്കളുണ്ട് എനിക്ക്, കിച്ചു സുധിച്ചേട്ടന്റെ മാത്രം മകനല്ല, എന്റെ കൂടി പൊന്നു മോനാണ് എന്നൊക്കെ പറയാറുണ്ടല്ലോ ഒരാൾക്ക് 40 വട്ടം. ശരിക്കും ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടിയിട്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വാക്കുകളൊക്കെ പറഞ്ഞിട്ട് ആ ചെക്കന്റെ മുഖത്തൊക്കെ എങ്ങനെ നോക്കുന്നു നിങ്ങൾ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ എന്തായാലും നാണവും മാനവും ഇല്ലാത്ത ആളുകളെടുത്തൊന്നും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.